ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യം. ഇന്നു ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കുകയാണ്. സർവശക്തനായ ദൈവം തന്റെ ജനത്തോട് പറയുകയാണ്, ദൈവവചനം ഹൃദയത്തിൽ ഇരിക്കണം. ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ് ദൈവവചനമെന്ന് പഠിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിച്ചത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായി. ആ വചനത്തിന് സ്ഥാനം കൊടുക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന വചനം നിന്റെ ഹൃദയത്തിലിരിക്കും. നമ്മുടെ ഹൃദയം ശൂന്യമാകരുത്. 45-ാം സങ്കീർത്തനക്കാരൻ പറയുക, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. പിശാചിൻ തന്റെ കുതന്ത്രങ്ങളുമായി നമ്മുടെ അടുക്കൽ വരുമ്പോൾ പിശാചിനെ ചെറുത്തു നിൽക്കാനും എതിർത്തു നിൽക്കാനുമുള്ള ഏറ്റവും വലിയ വജ്രായുധമാണ് നമ്മുടെ ഉള്ളിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം. പ്രവചന പുസ്തകത്തിലുണ്ട്, ആ വചനം നിന്റെ ഹൃദയത്തിന്റെ മാംസഭിത്തികളിൽ എഴുതണം. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചത്, തിരുവചനമകത്തുള്ള നിന്റെ ലൈഫിനോട് നിനക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഫലിക്കുകയില്ല. ഒരിക്കൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ അടുക്കൽ പിശാച് ഒരു വെല്ലുവിളിയുമായി വന്നു. വെല്ലുവിളി ഞാൻ വിവരിക്കുന്നില്ല. വെല്ലുവിളിക്കാൻ വന്ന പിശാചിനെ യേശു തിരുവചനം കൊണ്ടാണ് എതിർത്തത്. എന്തുകൊണ്ട് ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം? യോബ് പറയുന്നൊരു കാര്യമുണ്ട്, ആഹാരത്തെക്കാൾ വലുതായി ഞാൻ നിന്റെ വചനം സൂക്ഷിക്കും. ഏതു കഷ്ടതയുടെ നടുവിലും ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഒരുവന്റെ ഹൃദയത്തിനകത്ത് ദൈവവചനത്തിന്റെ സമൃദ്ധി ഉണ്ടാകും. ധന്യനായ പൗലോസ് വെളിപ്പെടുത്തുക, സകല ജ്ഞാനത്തോടും ഐശ്വര്യത്തോടും കൂടെ ആ വചനം നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. ഒരു നിറകുടം പോലെ നിന്റെ ഉള്ള തിരുവചനത്താൽ നിറഞ്ഞ് തുടുത്തു നിൽക്കുന്ന ഒരു ഹൃദയമായി നിന്റെ ഹൃദയം മാറണം. ആര് നിങ്ങൾക്ക് വിരോധമായി ചലിച്ചാലും നിന്റെ ഉള്ളിൽ നിന്ന് വചനം പൊങ്ങണം. വചനം ദൈനംദിന ജീവിതത്തിൽ ആസ്വദിച്ച് ജീവിക്കണം. നമുക്കൊന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, വചനം ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്ന് പരിശുദ്ധാത്മാവ് എഴുതി വെച്ച വചനത്തിനായി സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിന്റെ മാംസഭിത്തികളിൽ ദൈവവചനം എഴുതി വെക്കട്ടെ, ആർക്കും മായ്ക്കാൻ കഴിയാത്തതുപോലെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക, നീ അനുഗ്രഹിക്കപ്പെടും. ഗോഡ് ബ്ലസ്.